ഹലോ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണോ? ഹലോ, എന്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണില്ലേ? ഓക്കെ. പിന്നെ നമ്മൾ സക്കരിയ സ്വലാഹി ഉസ്താദ് പറഞ്ഞപ്പോൾ എന്താ അറിയോ, ഇന്നലത്തെ പ്രസംഗത്തിൽ മഞ്ചേരിത്തെ ഒരു പ്രസംഗത്തിലും പറഞ്ഞു. എന്താ പറഞ്ഞറിയോ, ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ഹറാമാണ് എന്ന് പറഞ്ഞ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പറഞ്ഞ്. ഈ ഇങ്ങനെ ഒരു ഇത് വെറും തൊള്ള വർത്താനം മാത്രമാണോ, അതോ ഇതിന് വല്ല തെളിവും കിതാബുപരമായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മറുപടി കിട്ടിയിട്ട് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കും. ഞാൻ വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചർച്ച നമ്മൾ കൊടുത്തിരിക്കുന്നത് ജിന്നു വിഷയമല്ല, പ്രവാചക സ്നേഹം എന്നുള്ള വിഷയമാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തില് വിവിധ പ്രസ്ഥാനക്കാർ, ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിലെ സമസ്തക്കാര്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന വടവൂരി വിഭാഗം മുജാഹിദുകൾ, അതുപോലെയുള്ള മറ്റു പല പ്രസ്ഥാനങ്ങളും, ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം കൊണ്ടാടുന്നതെന്നും എന്താണ് യഥാർത്ഥ പ്രവാചക സ്നേഹമെന്നും ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ച. ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് 786 എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഗറസിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഗറസ് നേരത്തെ സംസാരിച്ച് നമ്മുടെ റൂമിലൊക്കെ നേരത്തെ വന്നിരുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ചർച്ചാ റൂമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ റൂം നിങ്ങളിപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ റൂമായിരുന്നു എല്ലാവരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളന്ന് വന്നിരുന്ന കാലത്ത് റൂം പിരിയുന്നതിന് മുമ്പ് നമ്മുടെ റൂമായിരുന്നു ഇത്. അവിടുന്ന് പിരിഞ്ഞ് വേറെ റൂം ഉണ്ടാക്കി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം പറഞ്ഞത് ഇത് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന റൂമാണെന്നാണ്. ഗറസിന് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇവിടെ വന്നിരുന്ന ഏതെങ്കിലും കാലത്ത് തോന്നിയിട്ടുണ്ടോ ഇവിടുന്ന് എന്തെങ്കിലും ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടെന്ന്? ഷിർക്കിനെ ഏത് കാലത്തും എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. അതിനുവേണ്ടി തന്നെയാണ് റൂം എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഷിർക്കിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തൗഹീദിന്റെ പ്രചാരകരായ ഷിർക്കിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളുകൾ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കാരണം പറഞ്ഞ് വേറെ റൂം ഉണ്ടാക്കി പോയി പിന്നെ അവിടെ ആൾക്കാർ ഇരിക്കുന്ന കണ്ടാൽ പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങളോടൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംശയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ അല്ലാതെ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് മേലിൽ ഇനി ചർച്ച വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജുബൈർ സീറ്റ് മൈക്ക് എടുത്തോളൂ, വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു. അല്ല സഹോദരന്മാരെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ട് ഇതിനിപ്പോ മറുപടി പറയുന്നു. ഇനി അത് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്ന് പറയാൻ പറ്റിയ ഒരു ആൾക്കാരുണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളൊരു ഇത്രയും വലിയൊരു ക്ലാസ് റൂമായിട്ട് ഒരാൾ അതിനൊരു മറുപടി പറയാൻ പറ്റിയ പിന്നെ സംഗതി നിങ്ങൾ ഇവിടെ വിഷയമൊക്കെ ഇട്ടിക്കണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോ ഇതിനെ ഇനി അങ്ങനെ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പൊന്നു സഹോദര, റെക്കോർഡിങ് കഴിഞ്ഞോ? നിങ്ങളുടെ ചോദ്യം കേട്ടിട്ട് ഞാൻ വിചാരിച്ച വലിയൊരു ചോദ്യമായിരിക്കുന്ന. നിങ്ങൾ അത് മാത്രമേ കേട്ടുള്ളൂ, ആ ക്ലിപ്പ് പ്രസംഗം ബാക്കിയൊന്നും കേട്ടിട്ടില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ റെക്കോർഡ് കിട്ടും, നിങ്ങൾ ആദ്യം മുഴുവനായിട്ടൊന്ന് കേക്ക്. അത് ഓക്കെ. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുന്തവും അറിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഉത്തരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, തൃശ്ശൂരിന്നും പറയുന്ന കേട്ടു, മഞ്ചേരിന്നും പറയുന്ന കേട്ടു. ഇവിടെ ഉത്തരം അറിയാൻ ആഗ്രഹമുള്ള ആൾക്ക് ഉത്തരം പറയുന്ന ക്ലാസ് റൂമാ. നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് വാ. അതിന്റെ മുമ്പ് സക്കരിയ സുലാഹി എന്താ പറഞ്ഞ നിങ്ങളൊന്ന് പറ. അതിന്റെ മുമ്പ് സക്കരിയ സുലാഹി എന്താ പറഞ്ഞ നിങ്ങളൊന്ന് പറ. അല്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ നിങ്ങൾ മൈക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണോ സക്കരിയ സുലാഹി പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ജന്നിനോട് സഹായം തേടുന്നത് ശിർക്കിലേക്കുള്ള വസീലാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയല്ല കേട്ടത്. അങ്ങനെയാണ് നമ്മൾ കേട്ടത്. എന്റെ പൊന്നു ചങ്ങാതി, ഈ പരിപ്പൊക്കെ മാറ്റി വെക്കാൻ സമയമായിട്ടില്ലേ? നിങ്ങൾ ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് മൈക്കിന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെയാണ് നസീഹത്ത്? ഇസ്തിഹാനത്ത് എത്ര ടൈപ്പ് ഉണ്ട് സഹോദര? ഒന്ന് പറയും.
സുബൈർ ഒന്ന് പറയട്ടെ, ഇസ്തിയാനത്ത് എത്ര വിധമുണ്ട്? അദ്ദേഹം ഇസ്തിയാനത്തിന്റെ വിഷയമാണല്ലോ ചോദിച്ചത്, ഷിർക്കിലേക്ക് വസീലത്തുന്നില്ല, ഷിർക്ക് എന്താന്നല്ല ചോദിച്ചത്. ഇസ്തിയാനത്ത് എത്ര ടൈപ്പ് ഉണ്ട്, എന്തൊക്കെയാണ്, ഏതൊക്കെ ഇസ്തിയാനത്താണ് ഷിർക്കാവുക, ഏതൊക്കെയാണ് ഷിർക്കല്ലാതാവുക, ഒന്ന് പറയും. എന്നിട്ട് സക്കരിയ സ്വലാഹി പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. പൊന്നാന്റെ സാലിം ഉസ്താദേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇപ്പൊ കേട്ടതാണ്, ഇന്നലെ മിഞ്ഞാന്ന് മഞ്ചേരിന്ന് കേട്ട പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വിഷയം കേട്ടു. എന്ത് ഇത് എന്താണ്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കിലേക്കുള്ള ഒരു വസീലയാണെന്ന് പറഞ്ഞു. അത് വെറും തൊള്ളവർത്താനാണോ? അതല്ല, ഇങ്ങനെ പറഞ്ഞു. എന്ത് ഇതാണ് ഇപ്പൊ തൊള്ള വർത്താനം സുബൈർക്ക, നിങ്ങൾ പറയുന്നതാണ് ഇപ്പൊ തൊള്ള വർത്താനം. സക്കരിയ സ്വലാഹി അതിനെ മുമ്പും പിമ്പും 5 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ ഒരു വരി മാത്രമല്ല കേട്ടിട്ടുള്ളൂ. ആ ചോദ്യത്തിന് ഇവിടെ ഉത്തരം ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഉത്തരമല്ല വേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരമല്ല ഇവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. സക്കരിയ സ്വലാഹി ജിന്നിനോട് തേടുന്നത് ഷിർക്കല്ല, ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് മാത്രമല്ലല്ലോ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന് മുമ്പും പിമ്പും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് ഉറക്കം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന്റെ റെക്കോർഡുണ്ട്, നിങ്ങൾ അതൊന്ന് കേൾക്കൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം വരുമോ, എന്നിട്ട് നിങ്ങൾ പറയൂ എനിക്കിത് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ, ഈ വിഷയം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ നിങ്ങളുടെ ബുദ്ധി അത്ര വലുതായിട്ടില്ല. ഒന്നാമത് ചിലപ്പോൾ തലയെ കെട്ടി നടക്കുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് താങ്കൾ ആ വിഷയം ഒന്ന് ശരിക്കും പഠിക്കണം. അതാണ് ഞാൻ ചോദിച്ചത്, ഇസ്തിയാനത്ത് എത്ര വിധമുണ്ട് അത് പറഞ്ഞു തന്നാലേ നിങ്ങൾ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയണം ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തുമാത്രം വിഷയം മനസ്സിലാക്കിയെന്ന് അറിയണം. മനസ്സിലായോ? السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه بفائز عبد الله وبعد. സഹോദരൻ സുബൈറിനോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ വ്യക്തമായി തന്നെ ആ CD ഒന്നൊരു ഫുള്ളായിട്ട് കേൾക്കുക, പൂർണ്ണമായി കേൾക്കുക. അതല്ലാതെ ക്ലിപ്പ് കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള സ്വഭാവമൊക്കെ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. വ്യക്തമായി തന്നെ ഇത് CD കേൾക്കാനായിട്ട് മുന്നേ തന്നെ മനസ്സിൽ ശരിക്കും ഈ സത്യം എന്താണെന്നുള്ളത് അള്ളാഹു താല വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു താല നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള എല്ലാം ആകും ചെയ്തത്. ഇൻഷാ അല്ലാഹ് അത് ആ കാര്യം പറഞ്ഞത് വ്യക്തമായി നിങ്ങൾ അത് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ റൂമിലേക്ക് വന്നിട്ട് നിങ്ങൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് വ്യക്തമായി തന്നെ കേട്ട് കഴിഞ്ഞാൽ, അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വ്യക്തമായി തന്നെ ആ നല്ല ബുദ്ധിയോടെ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ ഈ റൂമിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അറ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടെ വരും എന്നാണ് സഹോദരൻ പറയാനുള്ളത്. അതുകൊണ്ട് അതൊന്ന് വ്യക്തമായി തന്നെ കേൾക്കാം. ഓക്കെ, ഷാദാമൈക്ക്. അസ്സലാമു അലൈക്കും. CP, നിങ്ങള് കാളെ പറ്റുന്ന കേൾക്കുമ്പോ കയറെടുത്ത് ഓടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ് ജമാൽക്ക് നിങ്ങൾക്ക് മൈക്ക് തരാം. പിന്നെ ഇവിടെ സക്കരിയ സലാഹി പറഞ്ഞ വിഷയം നിങ്ങൾ കൃത്യമായി CD-യിൽ കേട്ടിരുന്നെങ്കിൽ തീർത്തും അതിൽ തന്നെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. ആ ഹദീസിനെ പറ്റി വിവരിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ എങ്ങനെയാണ് അതിന്റെ വിവരണങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ആ CD നിങ്ങൾ തീർച്ചയായും അല്ല, നിങ്ങൾ വെറും വിമർശനമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ വെറുതെയാണ്. ഇപ്പൊ നേരത്തെ തന്നെ സാലിംക നിങ്ങളോട് 1-2 വിഷയങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ആ വിഷയത്തിന്റെ യാതൊരു അറിവുമില്ല. അപ്പം ഒരു വിഷയത്തെ പറ്റി പഠിക്കുകയും അറിയുകയും ചെയ്തതിനു ശേഷം മാത്രം വിമർശിക്കുക. അതാണ് ഒരു മുഅ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങൾ അറിവിൽ തർക്കാതിരിക്കുക, ഏറ്റവും നല്ലത് അതാണ് സഹോദര. നിങ്ങൾ ഇതുവരെ ആ വിഷയത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് പോലുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ വ്യക്തമാണ് എന്താണ് ഇവിടെ പ്രവാചക സ്നേഹമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യങ്ങൾ ഓരോരോ ദിവസവും കൃത്യമായി തന്നെ നമ്മൾ ഇവിടെ വിഷയം വെച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. ആ ചർച്ചക്കിടയിൽ വീണ്ടും നിങ്ങൾ ഓരോരോ ഫിത്നകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ചർച്ചയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരൻ മനസ്സിലാക്കേണ്ടത് പ്രവാചക സ്നേഹമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരിക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിമർശിക്കുന്ന
പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിഷയത്തെ പഠിക്കുകയും എന്താണ് കൃത്യമായി സക്കരിയ സലാഹി പറഞ്ഞത് എന്ന ആ പ്രഭാഷണത്തിന്റെ പൂർണ്ണരൂപം നിങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വിമർശനവുമായി മുന്നോട്ട് വരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മൈക്ക് വിടുകയാണ്. ജമാൽ ഖാൻ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. സുബൈർ 786, അയാളോട് ഞാനൊക്കെ ചോദിക്കാനുണ്ട്. പിന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആ മനുഷ്യന് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ താങ്കൾ കേട്ട സീഡിയിലോ പിന്നെ സക്കറിയ സലാഹി അവരുടെ പിന്നെ സംസാരത്തില് ലോകത്തിൽ ഇതുവരെ വന്ന സലഫി പണ്ഡിതന്മാർ ഷിർക്ക് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ സക്കറിയ സലാഹി ഷിർക്ക് അല്ല എന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഷിർക്ക് അല്ല എന്ന് പറഞ്ഞത് സക്കറിയ സലാഹി ഷിർക്ക് എന്ന് പറഞ്ഞത് ഒന്ന് തെളിയിക്കാമോ? ഞാൻ പറഞ്ഞ പോലെ വളരെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ അയാൾ ഷിർക്ക് എന്ന് പറഞ്ഞ ആ ക്ലിപ്പ് താങ്കൾ ഇടുക. അല്ലാതെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ ഇത് ഇനി നടക്കൂല. ഇനി ലോകത്തിൽ എവിടെ നടക്കൂല. കേരളത്തിൽ നടന്നില്ല, കേരളങ്ങൾ നടന്നില്ല, KJO നടന്നില്ല. പിന്നെ നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇവിടെ ഇത് നടത്താൻ നോക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തില് ഇതുവരെ സലഫി പണ്ഡിതന്മാർ ഷിർക്ക് എന്ന് പറഞ്ഞ കാര്യം സക്കറിയ സലാഹി ഷിർക്ക് അല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഷിർക്ക് അല്ല എന്ന് പറഞ്ഞ കാര്യം സക്കറിയ സലാഹി ഷിർക്ക് എന്ന് പറഞ്ഞു. ഇതാണ് താങ്കൾ തെളിയിക്കേണ്ടത്. അല്ലാതെ ഷിർക്ക് എന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞു, ഇതിന്റെ സമയം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇതൊന്നും എവിടെ നടക്കില്ല. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. സുബൈർക്ക് നിങ്ങൾ ഈ റൂമിലുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം പ്രവാചക സ്നേഹം, നിങ്ങൾ സമസ്തക്കാരാണ്, സമസ്തയിലെ പെട്ട സുന്നി എന്ന് പറയുന്ന ആ വിശ്വാസക്കാരനാണ് ആണോ സുബൈർ CP 786? അതാണോ? നിങ്ങൾ സമസ്തക്കാരനാണോ? ആണെങ്കിൽ ആണോ? ഒന്ന് നിങ്ങൾ ആ ബുദ്ധി ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. സമസ്തക്കാരനാണോ സുബൈർ CP 786? നമ്മളെ കാന്തപുരം അല്ലെങ്കിൽ സംസ്ഥാന, അല്ലെങ്കിൽ നമ്മളുടെ എന്താ EK വിഭാഗത്തിന്റെ പേരെന്താ, ജമാൽ ഖാൻ. ആ മൈക്ക് എടുത്ത ആൾ തമിഴാണോ? അദ്ദേഹം ആരായിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കതൊക്കെ ആ മലയാളം, ഇന്ത്യ മലയാളമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പൊറുക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങൾ സമസ്തയിലെ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണോ? ഒന്നെങ്കിൽ യെസ് അടിക്കും, നോ അടിക്കുക. ഇൻഷാ അല്ലാഹ് എന്നാൽ നമുക്ക് ഈ വിഷയപരമായി നമുക്ക് ചർച്ച ചെയ്യാം. പ്രവാചക സ്നേഹം ആണോ സുബൈർക്ക? ഒന്ന് പറ, നിങ്ങൾ ഏത് ആശയമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് പറയാമോ? നിങ്ങളുടെ ഈ ഇതിലൊന്ന് ഒന്ന് പറയാം. നമുക്ക് ഈ വിഷയത്തിൽ പറയാം, നമുക്ക് സംസാരിക്കാം. സമസ്ത AP ആണോ, സമസ്ത EK ആണോ, അല്ലെങ്കിൽ സംസ്ഥാനിയാണോ, ദക്ഷിണ കേരള സുന്നിയാണോ? അതനുസരിച്ച് നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് നീങ്ങാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. സമസ്തക്കാരാണോ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത്, അതോ മുജാഹിദുകളാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത്? അതിന് ഉത്തരം പറയാൻ പറ്റുമോ ഈ ഒരു ചോദ്യത്തിന്? സമസ്തക്കാരാണോ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത്, അതോ മുജാഹിദുകളാണോ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇത് പ്രവാചക സ്നേഹമാണ്. ആരാണ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് എന്നുള്ള ആ ചോദ്യമാണ്. നിങ്ങളാണോ, അഥവാ നിങ്ങൾ പ്രതികരിക്കുന്ന എന്താ പറയാ സമസ്തക്കാരായി ആണെങ്കിൽ അവരാണോ അല്ലേ എന്നുള്ള ചോദ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായ ചർച്ചയിലേക്ക് കടക്കാം. മൈക്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നു നിങ്ങൾ? ഹലോ, കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ഒരു ചങ്ങാതി സുബൈർ CPന്റെ വർത്താനവും നമ്മൾ സഹോദരന്മാരുടെ മറുപടി ഇങ്ങനെ കേട്ടിട്ട് നമ്മളെ എന്ത് വിഷയം, ഏത് ജിന്ന് എന്താണ് പറയണത്, എന്താണ് ചോദിക്കണമെന്നൊരു പിടുത്തല്ലാണ്ട് ഇങ്ങനെ കാര്യം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ജിന്നിനെ പറ്റിയോ അല്ലെങ്കിൽ സക്കറിയ സലാഹിയുടെ പ്രസംഗത്തെ പറ്റിയോ ആർക്കിങ്ങനെ എന്തെങ്കിലും ആരോപണമോ ചോദ്യമോ ഉണ്ടെങ്കിൽ സക്കറിയ സലാഹിയുടെ പ്രസംഗം എന്ന നിലയിൽ നമ്മൾ ഒരു ദിവസം ഒരു ചർച്ച വിഷയം വയ്ക്കും. അപ്പോൾ സുഖമായിട്ട് വരിക. നമ്മുടെ സുബൈർ CP 786 അതേ ഖുറാഫി ആണെങ്കിൽ ഖുറാഫി തരത്തിലുള്ള ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ആ പറഞ്ഞ വിഷയ സംബന്ധമായി ചോദിക്കാൻ സൗകര്യം തരും. അപ്പൊ ഇപ്പോഴെന്ത് ചെയ്യുക, ഈ ബിരിയാണിയിൽ മണ്ണെണ്ണ ഒഴിക്കാൻ നിൽക്കല്ലേ സുബൈർ സാഹിബെ. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സുന്നത്ത് ഇത് പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒന്ന് ഖുറാഫിയാണോ
ഖുറാഫി ആണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം പറയുക, അതെ ഞാൻ ഇന്ന സമസ്തക്കാരനാണ്, സമസ്തയിൽ ഇന്ന വിഭാഗക്കാരൻ, അല്ലെങ്കിൽ നിങ്ങൾ ദക്ഷിണക്കാരനാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതാണ് സംസ്ഥാനക്കാരനാണ്. ധൈര്യമായിട്ട് പറഞ്ഞ് നമുക്ക് ചർച്ചയിൽ കടന്നൂടെ? വ്യക്തമായി പറഞ്ഞുകൊണ്ട്, കൃത്യമായി പറഞ്ഞുകൊണ്ട്, ആദർശത്തിലെ നട്ടലോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഞാനൊരു സമസ്തക്കാരനാണല്ലോ വഹാബി ചോദിക്കുക, എനിക്ക് ചോദ്യമായിട്ട് മറുപടി എന്ന് പറയണ്ടേ? നമുക്ക് ആ രൂപത്തിലൊന്ന് ചെയ്യാം. അല്ലാത്ത ഈ പറഞ്ഞ രൂപത്തിലുള്ള കുറേ സമയം നമ്മളെപ്പോലുള്ള ആളുകളുടെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് കേൾക്കുന്നവർ ക്ഷമയെ പരീക്ഷിപ്പിക്കാനും അതുപോലെ തന്നെയുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകാനും ഉള്ള നിങ്ങളുടെ കുതന്ത്രമാണെങ്കിൽ അത് ഈ റൂമിൽ നടക്കൂല. ആ പരിപ്പ് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ ഈ കലത്തിൽ കൊണ്ടിടാൻ ശ്രമിക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ സംസാരിക്കാനും അതുപോലെ തന്നെ ആ വിഷയത്തിൽ സംശയം ചോദിക്കാനുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കൂടെ ചോദിച്ച് സമസ്തക്കാരനാണോ മറ്റവനാണോ മറിച്ചവനാണോ എന്നൊന്നും ചോദിക്കണ്ട. എത്ര പ്രാവശ്യം ഈ റൂമിൽ നിന്ന് ഉമർ വൈസിയുടെ അടുത്തുനിന്ന് മുങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി. കാരണം എനിക്ക് എണ്ണ ഓർമ്മയില്ല. ഒരു 7-8 തവണ ഞാൻ എണ്ണിയിട്ടുണ്ട്. പല ദിവസങ്ങളിലായി പല തെളിവ് കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ വരാറില്ല. അതുകൊണ്ട് എത്ര പ്രാവശ്യം മുങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ പിന്നെ സമസ്തക്കാരനാണോ ഖുറാഫിയാണോ സുന്നിയാണോ ഏത് സുന്നിയാണെന്നൊന്നും പറയണ്ട. കാരണം നമ്മളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ലേലും എനിക്ക് മറക്കാൻ പറ്റിയല്ല. ഞാനിങ്ങനെ ഓർത്തിരിപ്പുണ്ട് ഇയാൾ വരുന്നതും ഉമർ വൈസിയുടെ അടുത്ത് തെളിവ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുന്നതും. അല്ലെങ്കിൽ അത് നിഷേധിക്കട്ടെ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഖുറാഫി തൊട്ട് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണ്? ഈ മൗലൂദിനും അങ്ങനെയുള്ള കാര്യത്തിനുമൊക്കെ നമ്മൾ അങ്ങോട്ട് തെളിവ് ചോദിക്കും. അതിനേക്കാൾ നല്ലത് ഇങ്ങോട്ട് എറിഞ്ഞാൽ നമ്മളത് തടഞ്ഞു നിന്നോളും എന്ന ഒരു വ്യാമോഹമാണ് ഖുറാഫിക്കുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് എറിയാനാണ് ഇത് വെച്ചിരിക്കുന്നത്. മനസ്സിലായ? സമസ്തക്കാരെ അങ്ങോട്ട് എറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവാചക സ്നേഹം വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് എറിയുന്നത് തടയാനല്ല. ഇന്ന് അങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക സ്നേഹം നിങ്ങൾ നടത്തുന്ന ഈ മൗലൂദും നബിദിനത്തിന്റെ പേരിൽ നടത്തുന്ന റോഡ് തടയലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തെളിവാണ് ഞങ്ങളെ പഠിപ്പിച്ചു തരണ്ട. അങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളും അതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടിയല്ലേ ഞങ്ങൾ ഇതിനിരിക്കുന്നത്. അപ്പം തെളിവ് കൊണ്ടുവരിക. ഈ സമസ്തക്കാർ നടത്തുന്ന ആ സ്നേഹം, അതിനുള്ള തെളിവ് ഒന്ന് കൊണ്ടുവരിക. ഹലോ, അപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഏതായാലും മറുപടി ഇല്ല. എന്നാൽ ഏതായാലും ഇനിയിപ്പോ ഈ ഇതിലുള്ള പ്രവാചക സ്നേഹം എന്നുള്ളിൽ ഞാൻ ഏതായാലും അതിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. എന്റെ ചോദ്യം ഇതായിരുന്നു. സക്കറിയ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഒരു കുട്ടിക്കും തക്കതായ ഒരു മറുപടി നിങ്ങൾ പറഞ്ഞത്